ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. ഇല്ലാത്തതിനെ ഉള്ളതിന് പോലെ വിളിച്ച് വരുത്തുന്ന ദൈവം. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. രണ്ട് വിപരീത തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വാക്യമാണിത്. ഒരു വിഭാഗം വിശ്വാസവചനത്തിൻ്റെ വക്താക്കളാണ്. നമുക്കില്ലാത്ത വസ്തുക്കളുടെ, എന്നാൽ നമുക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുക്കളുടെ പേര് പറയുക, അതിൻ്റെ അളവ് പറയുക, കളർ പറയുക, അത് അവകാശപ്പെടുക, പ്രാപിക്കുക. മറ്റൊരു വ്യാഖ്യാനം അബ്രഹാമിൻ്റെയും സാറായുടെയും വിശ്വാസത്തിൻ്റെ അംഗീകാരത്തിലല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. ഈ കൂട്ടർ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ശക്തിയിലും അവൻ്റെ വിശ്വസ്തതയോടിലും ഊന്നൽ കൊടുക്കുന്നു. വാഗ്ദത്തം നിവർത്തിക്കാനുള്ള അവൻ്റെ വിശ്വസ്തതയിൽ. റോമാലേഖനം 4-ാം അധ്യായത്തിൽ വിശ്വാസത്തിലുള്ള നീതീകരണമാണ്. പ്രവൃത്തിയിൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ലെന്ന് വാദിക്കുകയാണ്. തൻ്റെ വാദം തെളിയിക്കാൻ 2 സാക്ഷികളെ കൊണ്ടുവരുന്നു, അബ്രഹാമും ദാവീദും. യഹൂദന്മാർ വിശ്വസിക്കുന്നത് ന്യായപ്രമാണം എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ അബ്രഹാം അത് പൂർണ്ണമായി നിവർത്തിച്ചു എന്നാണ്. അബ്രഹാം ഒരു സമ്പൂർണ്ണ മനുഷ്യനാണെന്നും ഒരു മാനസാന്തരത്തിന് ആവശ്യമില്ലാത്തവനായിരുന്നു എന്നുമാണ്. ഇതിൻ്റെ തെളിവുകൾ അപ്പോക്രിഫ പുസ്തകങ്ങളിൽ ഉടനീളമുണ്ട്. പൗലോസ് പറയുന്നത് അബ്രഹാമിൻ്റെ അനുസരണവും നീതിപ്രവർത്തികളും രക്ഷിക്കുന്ന ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഫലമാണെന്നാണ്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന സർവശക്തനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമായവനെ നമുക്ക് വിശ്വസിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ.